സർവേ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവേ നമ്പർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് MAPinr എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യമായി MAPinr ടൈപ്പ് ചെയ്യുക, MAPinr. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. MAPinr ഇതിനകത്ത് നമുക്ക് KML ഫയലും KMZ ഫയലെല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സർവേ നമ്പറുകൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് സർവേ ചെയ്ത ഒരു വില്ലേജിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകില്ല. അതിനെല്ലാം ഓൾഡ് FMB പ്രകാരമുള്ള സർവേ നമ്പറാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇൻസ്റ്റാൾ ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന പെർമിഷൻ എല്ലാം അലോ ചെയ്യുക. അലോ. ശേഷം നമ്മൾ ഇതിനകത്ത് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ ഇടത് ഭാഗത്ത് മേലെ കാണാം. സെർച്ചിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്ഷൻ, ഒരു ലൈൻസ്, അതാണ് മെനു എന്ന് പറയും. നമ്മൾ മെനു എടുക്കുക. മെനുക്കകത്ത് നമ്മൾ സെറ്റിങ്സ് എടുക്കുക. ഫസ്റ്റ് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് ആദ്യം കാണുന്ന WMS ലേയേഴ്സ് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുമ്പോൾ നമ്മളോട് കുറച്ച് സപ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ പറയും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഫേസ്ബുക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനെ ബാക്ക് അടിക്കുക. നെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ സെർച്ചിലേക്ക് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ബാക്ക് അടിച്ചിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം വീണ്ടും ബാക്ക് അടിക്കുക. പിന്നീട് നമ്മൾ പോകേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്ത ശേഷം നമുക്കിവിടെ WMS ലേയേഴ്സ് എന്നൊരു ഓപ്ഷൻ തെളിവ് കാണാം. അതായത് സെറ്റിങ്സിനകത്ത് നമ്മൾ WMS ലേയേഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ ചോദിക്കും. ഫേസ്ബുക്കോ ഏതെങ്കിലും ഒന്ന് പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് WMS ലേയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഓണായി വന്നത് കാണാം. ഈ WMS ലേയേഴ്സ് എടുക്കുക. ഇതിനകത്ത് നമ്മൾ ലിങ്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ലിങ്ക് കോപ്പി ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ഉൾപ്പെടെ ആണ് ലിങ്ക് കോപ്പി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തുടക്കത്തിൽ സ്പേസ് പാടില്ല. ഓക്കെ, ഒരു ലോങ് പ്രസ് ചെയ്തു. ഞാനത് കോപ്പി ചെയ്തു. MAPinrൻ്റെ ആഡ് WMS സെർവർ എന്നുള്ളതിൽ പേസ്റ്റ് ചെയ്യാം. ഓപ്പൺ. നമുക്ക് ഇങ്ങനെ മെസ്സേജ് കാണിക്കും, ഡൗൺലോഡിങ് ഫയൽ എന്നുള്ളത്. ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഒരുപാട് ലെയേഴ്സ് കാണാം. ഇതിൽ ഏറ്റവും താഴെ നിന്ന് 150ാമത്തെ ലെയറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് പല ലെയേഴ്സുണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ട ലെയർ ഏറ്റവും താഴെ നിന്നും 150ാമത്തെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പേജിൽ നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന എത്ര ലെയേഴ്സ് എന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം അത്രയും പേജുകൾ നമ്മൾ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 150ാമത്തെ ലെയർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ താഴെയോട്ട് പോവുകയാണ്. ഏറ്റവും താഴോട്ട് പോവുക.
ഓക്കെ, ഇപ്പോൾ ഞാൻ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പേജിൽ എത്ര ലെയർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11, ഏകദേശം 11ഓളം ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 15 പ്രാവശ്യം താഴോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലെയർ കണ്ടെത്താൻ കഴിയും. ലെയറിൻ്റെ പേര് കെഡസ്റ്റൽ ഇന്ത്യ എന്നാണ്. കെഡസ്റ്റൽ ഇന്ത്യ. അപ്പോൾ 2 3 4 5 6 7 8 9 10 11 12 13. നമ്മൾ കൗണ്ട് ചെയ്ത് 13 ആയതിനു ശേഷം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് നമുക്ക് കെഡസ്റ്റൽ എന്നുള്ള ലെയർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കോ. 13 ആയി. ഇനി 2 കൊടുത്താൽ അതിനകത്തത് വരും. ഓക്കെ, കെഡസ്റ്റൽ ഇന്ത്യ എന്നുള്ള ഒരു ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ് ആയി കാണാം. ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇതിൻ്റെ റൈറ്റ് ടോപ്പിൽ കാണുന്ന ആ ഒരു സാധാരണ ഗൂഗിൾ മാപ്സിൽ കാണുന്ന പോലെ തന്നെ ഒരു ക്ലോസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മളിവിടെ മെനുവിൽ നിന്ന് മാപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് സെലക്ട് ചെയ്യാം. ഗൂഗിൾ മാപ്സ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സർവേ നമ്പർ അവിടെ കണ്ടു. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ മാപ്സ് അല്ലാത്ത വേറൊരു ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളത് സെൽഫ് മാപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ സാറ്റലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സാധാരണ ഗൂഗിൾ എർത്തിൽ നോക്കുന്ന പോലെ കാണാം. പക്ഷേ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമായ ഒരു മാപ്പ് എന്ന് പറയുന്നത് മാപ്പിനകത്ത് ഗൂഗിൾ ഹൈബ്രിഡ് ആണ്. ഗൂഗിൾ ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നമ്മുടെ സാധാരണ നമ്മുടെ ഗൂഗിൾ മാപ്സിനകത്ത് കാണുന്ന ലൊക്കേഷൻ്റെ പേര് അല്ലെങ്കിൽ റോഡിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ലഭ്യമാകും. ഓക്കെ, ഇത് റോഡ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റിയുടെ പേര് തുടങ്ങിയ സംഭവങ്ങളെല്ലാം അതിൽ ലഭ്യമാകും. റോഡിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഒരു പള്ളിയുടെ പേര് കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട സിറ്റിയുടെ പേരെല്ലാം കാണാൻ കഴിയും. അപ്പോൾ സാധാരണ ഒരു ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്കതിനെ കറക്റ്റ് കണ്ടെത്താൻ കഴിയും. ഇതിനകത്തുള്ള ഒരു ചെറിയൊരു ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും ചെറിയൊരു കുറവ് എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ കണ്ടെത്താൻ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇതിന് ലൊക്കേഷൻ നമുക്ക് സാധാരണ ഗൂഗിൾ മാപ്സിനകത്ത് നമുക്ക് ഒരു ലൊക്കേഷൻ അറിയാമെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സർവേ നമ്പർ എത്രയെന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.